പശ്ചിമേഷ്യയിലെ യുദ്ധം എത്രയും വേഗം അവസാനിക്കണമെന്നാണ് ലോകത്തെ ഭൂരിപക്ഷം ജനങ്ങളുടെയും ആഗ്രഹം. പക്ഷേ യുദ്ധം ഉടനെയൊന്നും തീരില്ലെന്ന് മാത്രമല്ല, കൊടുമ്പിരി കൊള്ളുന്ന അവസ്ഥയിലേക്കാണ് സംഘർഷം നീളുന്നത്. ഇസ്രയേലിൽ ഹിസ്ബുള്ളയുടെ മിസൈൽ ആക്രമണത്തിൽ എണ്ണ ശുദ്ധീകരണശാല തകർന്നു. ഹോർമൂസ് കടലിടുക്ക് ഉടനടി തുറന്നില്ലെങ്കിൽ വൈദ്യുതി നിലയങ്ങളും ശുദ്ധജല പ്ലാന്റുകളും എണ്ണക്കിണറുകളും ഖാർക്ക് ദ്വീപും തകർക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഭീഷണി മുഴക്കിയിരുന്നു. US സൈനികരെ സ്രാവുകൾക്ക് ഇരയാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇറാനും പ്രകോപനം കൂട്ടുകയാണ്. പരിശോധിക്കാം വിശദമായി. നമസ്കാരം, ഞാൻ ആരതി. ഇറാന്റെ ആണവ ശേഖരം ബലപ്രയോഗത്തിലൂടെ പിടിച്ചെടുക്കാൻ മറൈൻ ഭടന്മാരെ ഒരു വശത്ത് സജ്ജമാക്കുകയാണ് അമേരിക്ക. ആയിരക്കണക്കിന് മറൈൻ ഭടന്മാർ പശ്ചിമേഷ്യൻ തീരത്ത് ഏത് നിമിഷവും കരയുദ്ധത്തിന് തയ്യാറായി നിലകൊള്ളുകയാണെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. യുദ്ധം അവസാനിപ്പിക്കാനുള്ള വഴികൾ അടയ്ക്കുകയും ചെയ്യുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ വർത്തമാനങ്ങൾ ഓരോ നിമിഷത്തിലും മാറിമറിയുകയാണ്. യുദ്ധം അവസാനിപ്പിക്കുമെന്ന് പറയുന്ന അതേ നാവ് കൊണ്ട് തന്നെ യുദ്ധം തുടരുമെന്ന് അടുത്ത നിമിഷം പറയും. യുദ്ധം വളരെ വേഗം അവസാനിപ്പിക്കുമെന്നും 2-3 ആഴ്ചയ്ക്കുള്ളിൽ സൈനിക നടപടി അവസാനിച്ചേക്കാമെന്നും വൈറ്റ് ഹൗസിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ ട്രംപ് പറഞ്ഞിരുന്നു. പ്രകോപനം ഉണ്ടാകില്ലെന്ന് ശത്രു ഉറപ്പു നൽകിയാൽ യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറാകുമെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ സൂചിപ്പിച്ചതായും പ്രതീക്ഷയുണ്ട്. നാറ്റോ സൈനിക സഖ്യത്തിൽ നിന്ന് പിന്മാറിയേക്കുമെന്നും ട്രംപ് ഭീഷണി മുഴക്കി. യുദ്ധത്തിൽ പങ്കുചേരാൻ യൂറോപ്യൻ രാജ്യങ്ങൾ വിസമ്മതിച്ചതോടെയാണിത്. അതേസമയം US യുദ്ധം അവസാനിപ്പിക്കുന്ന ഉടൻ ഇന്ധനവില ഇടിയുമെന്നും ട്രംപ് പറയുന്നു. ഇറാൻ ഉടൻ സമാധാന കരാറിൽ എത്തിയില്ലെങ്കിൽ ആക്രമണം ശക്തമാക്കുമെന്നായിരുന്നു നേരത്തെ ട്രംപിന്റെ ഭീഷണി. എന്നാൽ ഇപ്പോൾ യുദ്ധം അവസാനിപ്പിക്കാൻ ഒരു കരാറിന്റെ ആവശ്യമില്ലെന്നാണ് നിലപാട്. വെടിനിർത്തലിനായി ഇറാൻ പ്രസിഡന്റ് തന്നെ സമീപിച്ചെന്ന് അവകാശപ്പെട്ട ട്രംപ് ഹോർമൂസ് തുറന്നാൽ പരിഗണിക്കാമെന്ന് അറിയിച്ചെന്നും പറഞ്ഞു. UK പോലുള്ള ഇന്ധന പ്രതിസന്ധി നേരിടുന്ന രാജ്യങ്ങൾ ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നത് സ്വന്തമായി ഉറപ്പുവരുത്തിയാൽ മതിയെന്നും തങ്ങളെ സഹായിക്കാത്ത രാജ്യങ്ങളെ തിരിച്ചു സഹായിക്കേണ്ട കാര്യമില്ല എന്ന് US പ്രതികരിക്കുകയും ചെയ്തിരുന്നു. ഇതിൽ ട്രംപ് രോഷവും പ്രകടിപ്പിച്ചിരുന്നു. യുദ്ധം അവസാനിപ്പിക്കാനുള്ള അമേരിക്കയുടെ നയതന്ത്ര നീക്കങ്ങൾ വിശ്വസനീയമല്ലെന്നും അവർ രഹസ്യമായി കരയുദ്ധത്തിന് പദ്ധതിയിട്ട് നീക്കങ്ങൾ നടത്തുകയാണെന്നുമാണ് ഇറാൻ പാർലമെന്റ് സ്പീക്കർ അറിയിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൻ കി ബാത്തിലെ മുന്നറിയിപ്പുകളും യുദ്ധം നീണ്ടുപോകാൻ സാധ്യതയുണ്ടെന്ന സൂചനകളാണ് നൽകുന്നത്. യുദ്ധം വരുത്തിവച്ചിരിക്കുന്ന ഇന്ധന പ്രതിസന്ധിയെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നേരിടണമെന്ന മോദിയുടെ മുന്നറിയിപ്പ് പശ്ചിമേഷ്യൻ സംഘർഷം അടുത്തൊന്നും അവസാനിക്കുകയില്ലെന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ആവണം. ഈ പശ്ചാത്തലത്തിലും ഇന്ത്യ ഉൾപ്പെടെ ഏതാനും ചുരുക്കം രാജ്യങ്ങളിലേക്ക് ഇന്ധനവുമായുള്ള കപ്പലുകൾ ഹോർമൂസ് കടലിടുക്കിൽ തടയില്ല എന്ന ഇറാന്റെ പ്രഖ്യാപനമാണ് ആശ്വാസം പകരുന്നത്. അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനകൾക്ക് പിന്നാലെ കടുത്ത പ്രത്യാക്രമണ ഭീഷണിയുമായി ഇറാൻ സൈന്യം രംഗത്തെത്തിയിരുന്നു. യുദ്ധം അവസാനിക്കാറായി എന്ന ട്രംപിന്റെ അവകാശവാദങ്ങളെ തള്ളിക്കളഞ്ഞ ഇറാൻ സൈനിക വക്താവ് അമേരിക്കയും ഇസ്രയേലും പൂർണ്ണമായും കീഴടങ്ങുന്നതുവരെ പോരാട്ടം തുടരുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇറാൻ ഔദ്യോഗിക മാധ്യമമായ IRIB വഴിയാണ് സൈനിക ആസ്ഥാനത്ത് നിന്നുള്ള ഈ പ്രസ്താവന പുറത്തുവിട്ടത്. തങ്ങൾ ഇതുവരെ നൽകിയതിനേക്കാൾ ഭീകരമായ പ്രഹരങ്ങൾ ഇനി പ്രതീക്ഷിക്കാമെന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും തകർച്ച അപമാനകരവും നിത്യമായ ഖേദത്തിന് ഇടയാക്കുന്നതുമായിരിക്കുമെന്ന് സൈനിക വക്താവ് കൂട്ടിച്ചേർത്തു. ഇറാൻ സൈന്യം ദുർബലമായെന്ന ട്രംപിന്റെ വാദത്തെയും സൈന്യം തള്ളിയിട്ടുണ്ട്. തങ്ങളുടെ തന്ത്രപ്രധാനമായ സൈനിക ശേഷിയെക്കുറിച്ച് അമേരിക്കയ്ക്ക് യാതൊരു ധാരണയുമില്ലെന്ന് അവർ പരിഹസിക്കുകയും ചെയ്തു. അമേരിക്ക ലക്ഷ്യം വെച്ച കേന്ദ്രങ്ങൾ നിസ്സാരമാണെന്നും ഇറാന്റെ പ്രധാന സൈനിക ഉൽപാദന കേന്ദ്രങ്ങൾ ശത്രുക്കൾക്ക് അപ്രാപ്യമായ രഹസ്യ സങ്കേതങ്ങളിൽ ആണെന്നും പ്രസ്താവനയിൽ പറയുന്നു. പശ്ചിമേഷ്യയിൽ യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന സാഹചര്യത്തിൽ ഇറാന്റെ ഈ പുതിയ പ്രഖ്യാപനം മേഖലയിലെ പിരിമുറുക്കം വീണ്ടും വർദ്ധിപ്പിക്കാനും സാധ്യതയുണ്ട്. എന്നാൽ കരയുദ്ധം കൂടി ആരംഭിക്കുകയാണെങ്കിൽ എല്ലാം നിലവിലുള്ളതുപോലെ ഇറാന്റെ പിടിയിൽ തുടരണമെന്നില്ല. ഇന്ധന പ്രതിസന്ധി മുൻകൂട്ടി കണ്ട് സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി ഇന്ത്യയും ചർച്ചകൾ നടത്തുന്നുണ്ട്. ഗൾഫിലെ പ്രധാന വ്യവസായ കേന്ദ്രങ്ങളിലേക്ക് ഇറാൻ ആക്രമണം പ്രഖ്യാപിച്ചത് ഗൾഫ് മേഖലയിലാകെ ആശങ്ക കാര്യമായി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അബുദാബിയിലെ ഗ്ലോബൽ അലൂമിനിയം പ്ലാന്റിൽ ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണം നടക്കുകയും പ്ലാന്റിന് നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തു. 5 ഇന്ത്യക്കാരുൾപ്പെടെ നിരവധി ജീവനക്കാർക്ക് പരിക്കേറ്റു. ബഹ്റൈൻ സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള മാമീർ എന്ന സ്ഥലത്തെ കൂറ്റൻ അലൂമിനിയം പ്ലാന്റും ആക്രമിക്കപ്പെട്ടു. വ്യവസായശാലകൾ ആക്രമിക്കുന്ന ഈ രീതി ഇറാൻ തുടർന്നാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഗൾഫിലുള്ള മലയാളികളായ ജീവനക്കാരെ ആയിരിക്കും. ഭീതിയോടെയാണെങ്കിലും പലരും അവിടെ തുടരുന്നത് തിരികെ വന്നാൽ ജോലി എന്നേക്കുമായി നഷ്ടപ്പെടുമോ എന്ന വിചാരത്തിലാണ്. യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഇറാൻ, അമേരിക്ക, ഇസ്രയേൽ എന്നീ 3 രാജ്യങ്ങളുമായും ഏറ്റവും നല്ല ബന്ധം പുലർത്തുന്ന രാജ്യമെന്ന നിലയിൽ യുദ്ധം അവസാനിപ്പിക്കാൻ ഏറ്റവും ഫലപ്രദമായ ഇടപെടൽ നടത്താൻ കഴിയുന്ന രാജ്യമാണ് ഇന്ത്യ.
പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ നടക്കുന്ന നയതന്ത്ര ശ്രമങ്ങൾ ഇറാൻ പൂർണ്ണമായി വിശ്വസിക്കില്ല. അതേസമയം ഇന്ത്യ ഇടപെട്ടാൽ ഫലപ്രദമാകുമെന്നാണ് മറ്റ് ലോകരാജ്യങ്ങളും പ്രതീക്ഷിക്കുന്നത്.